ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആയിരുന്നു കണ്ടിരുന്നത്. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് കാണാൻ പോകുന്നത്. മൊഡ്യൂൾ 3 and 4 മോസ്റ്റ് ഓഫ് ദ ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ബേസ്ഡ് ഓൺ ഡിസ്ക്രീറ്റ് ടൈം ആണ്. സോ കണ്ടിന്യൂസ് ടൈമിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ ഡിസ്ക്രീറ്റ് ടൈമിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. വളരെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ 3 and 4 വളരെ കുറച്ച് വീഡിയോസ് ആണ് വരുന്നത്. നമ്മൾ ഫ്യൂച്ചറിൽ ഈ മൊഡ്യൂൾ 3 and 4 പ്രോബ്ലംസുകൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അതിലെ തിയറി പാർട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് സെയിം ആസ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഞാനിവിടെ പറയുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പ്രൂഫ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ടൈമിൽ കണ്ട അതേ പ്രൂഫ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഓൺലി തിങ് അതിൻ്റെ ഇക്വേഷനിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടിയുടെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇഫ് എക്സ് ഓഫ് എൻ gives x1 of omega and x2 of n gives x2 of omega, then a x1 of n plus b x2 of n will give you a x1 of omega plus b x2 of omega. നമ്മൾ ഡിസ്ക്രീറ്റ് ടൈമിൽ കണ്ടതിൽ ഈ എന്നിന് പകരം ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രൂഫും സെയിം ആസ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അതിൽ ഇക്വേഷനിൽ മാത്രം ചേഞ്ച് വരുത്തിയാൽ മാത്രം മതി. ഓക്കെ, സോ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അതിൽ സപ്പോസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ഒമേഗ എങ്കിൽ ദെൻ എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ട് എന്ന് പറയുന്നതാണ് അവിടുത്തെ ടൈം ഷിഫ്റ്റിംഗ് പാരാമീറ്റർ. ഓക്കെ, സോ എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ട് വിൽ ഗിവ് യു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ഇൻ ടു എക്സ് ഓഫ് ഒമേഗ. ഓക്കെ, ഓൾ ദീസ് ആർ സിമിലർ ടു കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. സോ തേർഡ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. ഫ്രീക്വൻസി ഷിഫ്റ്റിങ്ങിൽ സെയിം കണ്ടീഷൻ നമ്മളിവിടെ എടുക്കുകയാണ്. എക്സ് ഓഫ് എന്നിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ഒമേഗ എങ്കിൽ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീക്വൻസി ഡൊമൈൻ ഫോമിലാണ് നമ്മുടെ ഷിഫ്റ്റിംഗ് വരുന്നത്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട്. ഈ ഒമേഗ നോട്ട് ആണ് നമ്മളുടെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഷിഫ്റ്റിംഗ് വരികയാണെങ്കിൽ അത് ടൈം ഡൊമൈനിലേക്ക് എന്ത് എഫക്റ്റ് ആണ് വരിക? ഇ റേസ് ടു ജെ ഒമേഗ എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ എന്നുള്ള ഫോമാണ് വരിക. നമ്മളുടെ എക്സ് ഓഫ് എന്നിൻ്റെ കൂടെ ഒരു എക്സ്പൊണൻഷ്യൽ ടേമും കൂടെ നമുക്കവിടെ വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ആണ്. സോ ഒരു ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് അൺസ്റ്റേബിൾ ആണ്. കാരണം ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു? എക്സ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ആണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് എക്സ് ഓഫ് എന്നിന് ഞാൻ 1 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ 1 എന്നുള്ള വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇക്വേഷൻ എന്താണ്? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ എന്നുള്ള ഫോമാണ് നമുക്ക് കിട്ടുക. സോ ഈ ഒരു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ എന്നുള്ളത് നമ്മൾ ഇൻ ദ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡൈവേർജസ്. സോ നമ്മളൊരു ബൗണ്ടഡ് ഇൻപുട്ട് ആയിട്ടുള്ള 1 നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ആൻ അൺബൗണ്ടഡ് ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഈസ് ആൻ അൺസ്റ്റേബിൾ സിസ്റ്റം. ഓക്കെ, സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താണ്? ഒരു ബൗണ്ടഡ് ഇൻപുട്ട് നമ്മൾ കൊടുക്കണം ആൻഡ് വി ഹാവ് ടു ഗെറ്റ് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. എന്നാൽ മാത്രമേ നമ്മളതിനെ സ്റ്റേബിൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സോ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരു ഇൻപുട്ട് ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അൺബൗണ്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് സിസ്റ്റം ഈസ് ആൻ അൺസ്റ്റേബിൾ സിസ്റ്റം. സോ ദിസ് ഈസ് ആൻ അൺസ്റ്റേബിൾ സിസ്റ്റം. ഓക്കെ, അതാണ് ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പ്രോപ്പർട്ടി ഈസ് ടൈം റിവേഴ്സൽ. ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് ഓഫ് എൻ ഈസ് എക്സ് ഓഫ് മൈനസ് എന്നായിട്ട് നമ്മൾ കൊടുത്തു നോക്കണം. ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? എക്സ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് ഓഫ് മൈനസ് എൻ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ടൈം റിവേഴ്സൽ കൊടുക്കുകയാണ്. സോ വി ആർ ഗെറ്റിംഗ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ
ഓഫ് മൈനസ് എൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ വേറൊരു ടേമിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിലോ n is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇതിനെ നമ്മൾ എം എന്ന് പറഞ്ഞിട്ട് വേറൊരു ടേം ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ആൻഡ് ഈ മൈനസ് നമ്മൾ ഒമേഗയിലേക്ക് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ഇ റേസ് ടു മൈനസ് ജെ ഓഫ് മൈനസ് ഒമേഗ എം. ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സ്പ്രഷനാണ്? ഇറ്റ് ഈസ് ബേസിക്കലി എക്സ് ഓഫ് മൈനസ് ഒമേഗ. കാരണം ഇവിടെ നമുക്ക് മൈനസ് ഒമേഗ കാണുന്നുണ്ട്. സോ ടൈം ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ നമ്മൾ ടൈം റിവേഴ്സൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിലും ആ ഒരു സെയിം റിവേഴ്സൽ എഫക്റ്റ് കിട്ടും. ദാറ്റ് മീൻസ് എക്സ് ഓഫ് മൈനസ് എൻ വിൽ ഗിവ് യു എക്സ് ഓഫ് മൈനസ് ഒമേഗ. ലാസ്റ്റ് പ്രോപ്പർട്ടീസ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഇതും നമ്മൾ ഓൾറെഡി ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒക്കെ കണ്ട സെയിം പ്രോപ്പർട്ടി തന്നെയാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ആൻഡ് വൈ ഓഫ് എൻ രണ്ടും ടൈം ഡൊമൈനിലുള്ള സിഗ്നൽസ് ആണ്. ആൻഡ് വി ആർ ടേക്കിംഗ് കൺവല്യൂഷൻ ഓഫ് ദാറ്റ് സിഗ്നൽ ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു ദ മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. സോ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്, നമ്മൾ കണ്ടിന്യൂസ് ടൈമിൽ കണ്ടിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, സോ ഇത്രയാണ് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇതിലും കൂടുതൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സം ബേസിക് പ്രോപ്പർട്ടീസ് നമ്മളിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.